വയനാട്ടിലെ രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടി അങ്ങേയറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. എന്നാൽ കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസം നടക്കാതെ പോകില്ല. കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ പ്രശ്നം വന്നു. പാർലമെൻറ്റിന് പുറത്ത് കേരളത്തിലെ എം.പിമാർ BJPയുടെ MP ഒഴിച്ച് ബാക്കി എല്ലാ എംപിമാരും പ്രതിഷേധത്തിൽ ചേർന്നു. വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. സർക്കുലറിൽ തന്നെ പറയുന്നു അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇത് അങ്ങേയറ്റം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. ഇതുമാതിരി കണ്ണിൽ പൊടിയിടുന്നതെന്നുള്ള വാക്കൊന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു സമീപനം എടുത്തതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ എയർഫോഴ്സിൻ്റെ പേരിൽ പുതിയ കണക്കുമായി വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അത് നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പുരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. അതാണ് അതിനകത്തെ പ്രശ്നം. അർച്ചന വിനോദുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അർച്ചന, ചൂരൽമലയിലെ മുണ്ടക്കയിലെ ദുരന്തമുണ്ടായ അന്ന് മുതൽ നമ്മൾ സംസാരിക്കുന്നതാണ് വയനാടിൻ്റെ പുനരധിവാസത്തെ പറ്റിയും കേരളത്തോടുള്ള അവഗണനയെ പറ്റിയും. അത് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും ധനമന്ത്രിയും സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക്, വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉറപ്പുണ്ട്: പുനരധിവാസത്തിന് തടസ്സമാകില്ല. കേന്ദ്രം ഫണ്ട് തന്നില്ലെങ്കിലും പുനരധിവാസം സുഗമമായി തന്നെ മുന്നോട്ട് പോകും. ഈ കാര്യം ആവർത്തിക്കുകയാണോ ധനമന്ത്രി? തീർച്ചയായും മനുഷ്യ, കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്നതിനിടെയാണ് മന്ത്രി വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്രം ഇത്തരത്തിൽ ശ്വാസം മുട്ടിക്കുകയാണ് കേരളത്തെ എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് അങ്ങേയറ്റം കേരളത്തെ ജനങ്ങളെ അപഹസിക്കുന്ന രീതിയിലാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെ തന്നെ നിലപാട് കടുപ്പിച്ചതാണ്. കേന്ദ്രത്തിനോട് കൃത്യമായ തുക അനുവദിക്കാനും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നടന്നതെല്ലാം ഈ ഒളിഞ്ഞു മാറുന്നതും അത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് വയനാടിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമായും മുറിവിൽ കൂടുതൽ മുളക് പുരട്ടുന്ന രീതിയിലാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാടെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സുരേഷ് ഗോപി ഈ വിഷയവുമായി പാർലമെൻറ്റിൽ കാണിച്ച ആംഗ്യഭാഷ അങ്ങേയറ്റം ഈ നിലപാട് വളരെ മോശമായതാണെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കനിമൊഴിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിലൊരു ആംഗ്യം ഈ പാർലമെൻറ്റിനകത്ത് കാണിച്ചത്. പൂർണ്ണമായും വയനാടിനെ അപഹസിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും കേന്ദ്രം ഈ വയനാടിനുള്ള അവഗണന തുടർച്ചയായി ഇത്തരത്തിൽ തുടരുന്നൊരു സാഹചര്യമാണ്. മാത്രമല്ല, ഇങ്ങോട്ട് പണം അനുവദിക്കുന്നതിന് പകരം വീണ്ടും അങ്ങോട്ടേക്ക് പണം ആവശ്യപ്പെടുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം കടന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ പുനരധിവാസവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെയാണ് സർക്കാർ. ആ പ്രതികരണം കൂടി മന്ത്രി ഇന്ന് ആവർത്തിക്കുകയുണ്ടായി. പുനരധിവാസത്തെ ഒരു രീതിയിലും ഇത് ബാധിക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും കടുത്ത ഭാഷയിൽ തന്നെയാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ വിവിധ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയതാണ്. കേരളത്തെ തുടർച്ചയായി അവഗണിക്കുന്ന ഒരു സമീപനമാണ്, മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സമീപനമല്ല കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നതെന്നും നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പരിശോധിച്ചാലും വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം. വിനിഷ. ശരി അർച്ചന, വ്യക്തമാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രസ്താവനയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അർച്ചന.